പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ജൂലൈ 7-ാം തീയതി ചൊവ്വാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. അങ്ങയുടെ മക്കൾ ഇന്ന് യാത്ര ചെയ്യുന്ന ഓരോ ഇടങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കൾ ഇന്ന് കണ്ടുമുട്ടുന്ന ഇടങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കൾ ഇന്ന് കണ്ടുമുട്ടുന്ന ഇടങ്ങളെ, കണ്ടുമുട്ടുന്ന വിഷയങ്ങൾ, സംസാരിക്കാൻ പോകുന്ന വിഷയങ്ങൾ, ആ സംസാരിക്കാൻ പോകുന്ന വിഷയങ്ങൾക്ക് ഒരു തീരുമാനം കിട്ടാൻ വേണ്ടി ഇന്ന് തീരുമാനം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, ആരെല്ലാം ഇപ്പോൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ച് ഈ പ്രാർത്ഥനയോട് ചേരുന്നുണ്ടോ, ആരെല്ലാം ഈ പ്രാർത്ഥനയിൽ ആശ്രയിക്കുന്നുണ്ടോ,
അവരെ എല്ലാം നീ ആശീർവദിക്കണം. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ ഈ ദിവസം കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു പ്രത്യേക സാക്ഷ്യം ഉണ്ടായിരുന്നു. അവർ പറയണത് ഞങ്ങളുടെ നല്ല കാലത്താണ് ഞങ്ങൾ ഉടമ്പടിച്ചെടുത്തത്, ഞങ്ങളുടെ നല്ല കാലത്താണ് ഞങ്ങൾ ഉടമ്പടിയെടുത്തതെന്ന് പറഞ്ഞ ഡൊമിനിക് സഹോദരൻ, ഡൊമിനിക്ക്, അദ്ദേഹത്തിൻ്റെ വൈഫ് സിജി, പിന്നെ റോമിക്ക മകള്, ഈ മൂവരും കൂടി ആ സാക്ഷ്യം പറയണേ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇന്നുവരെ ആരും പറയാത്ത സാധനമാണ്. അത് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഞങ്ങളുടെ നല്ല കാലത്താണ് ഉടമ്പടിയെടുത്തത്. അദ്ദേഹത്തിന് ജോലിയുണ്ട്, വീട്ടിൽ കുഞ്ഞുങ്ങൾ പഠിക്കുന്നു, കുടുംബത്തിന് വലിയ കടങ്ങളൊന്നുമില്ല, കുടുംബത്തിന് സ്വസ്ഥവും സമാധാനമായിട്ട് ഭാര്യയും കുഞ്ഞുങ്ങളും വീട്ടിൽ താമസിക്കണം. അപ്പോൾ അങ്ങനെ വളരെ നന്നായിട്ട് പോയി. അപ്പോൾ ആ ഒരു കാലത്ത് ലീവിന് വന്നപ്പോൾ ഇവർ ഉടമ്പടി എടുത്ത്. ഇപ്പോൾ ഈ ആൾക്കാരെല്ലാവരും ഉടമ്പടി എടുക്കുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? മോശം കാലത്താണ് ഉടമ്പടി എടുക്കുന്നത്. മോശം കാലത്തല്ലേ ഉടമ്പടി എടുക്കണം. എല്ലാവരും ഒരു 99% ആൾക്കാരും മോശം ടൈമിലാവുന്ന ഉടമ്പടി എടുക്കണം. അതുകൊണ്ടാണ് ഞാൻ ഈ സാക്ഷ്യം ഇങ്ങനെ കൊള്ളാമല്ലോ എന്ന് പറഞ്ഞത്. നല്ല കാലത്ത് വന്ന് ഉടമ്പടി. അപ്പം നല്ല കാലം എന്ന് പറയുമ്പോൾ കാലം ചേഞ്ച് ചെയ്യുമ്പോഴേ, ഇപ്പം എനിക്കുണ്ടല്ലോ, എനിക്ക് ഒരു ആശുപത്രി കിടപ്പ് ഉറപ്പാണ്. ഏത്? ഈ ജൂൺ മാസത്തിൽ, പിന്നെ ഇനി ഫെബ്രുവരി മാസത്തിലാണ്. കാര്യം പെട്ടെന്ന് നമുക്ക് കൺട്രോൾ പോയിട്ട് ഈ കഫം വന്ന് അന്തരീക്ഷം തണുത്ത് കഴിയുമ്പോൾ അലർജറ്റിക്കായിട്ട്, തണുപ്പിനോട് അലർജിയാണ്, അലർജറ്റിക്കായിട്ട് നമ്മുടെ ചെസ്റ്റ് ബ്ലോക്ക് ആവും. പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, വിറച്ച് തുള്ളി പനിച്ച് അങ്ങനെയാണ് അവസാനിക്കുന്നത്. ഇത് എപ്പോഴും തുടങ്ങിയാല കുഞ്ഞുനാൾ പോലുള്ള റെക്കറിങ് ആയിട്ടുള്ള സംഭവമാണ്. കാലം മാറുമ്പോൾ ബോഡി നമ്മൾ അറിയിക്കും. ഭയങ്കര സിവിയറാണ് ആ സമയത്ത്. പനിയൊക്കെ 103 വരും. അപ്പം ഇതിൻ്റെ ഒരു വിഷയം ഇതുപോലെ അത് സീസൺ ചെയ്യും. ഇതുപോലെ ജീവിതത്തിലും ചില സമയത്ത് സീസൺ ചേഞ്ച് ഉണ്ട്. പക്ഷെ നമുക്ക് പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ സീസൺ ചേഞ്ചിന് മുമ്പ് നമ്മുടെ ജീവിതത്തിലെ കാര്യം ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ഇപ്പം ഇയാൾ ഈ പറയുന്ന ഡൊമിനിക് എന്ന് പറയുന്ന ആൾ ജീസസ് യൂത്തിലെ ഫുൾ ടൈമറാണ്. ഫുൾ ടൈമേഴ്സിൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പരിശുദ്ധാത്മാവില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് അവരെപ്പോഴും അത് ഈ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ടേക്കണമെന്ന് പറഞ്ഞ് ഇട്ടേക്കുമ്പോൾ ഇപ്പോൾ വലിയ യാത്രയില്ലേ, ലോങ് പോകേണ്ട ആൾക്കാരില്ലേ, ലോങ് പോകേണ്ട ആൾക്കാർ എന്ത് ചെയ്യും? അവർ ഫുൾ ടാങ്ക് അടിച്ചിട്ടേക്കും. ഈ ആധ്യാത്മിക ആയിക്കൊണ്ടത് അതാണ് നല്ലതെന്ന് തോന്നുന്നത്. ചില ആൾക്കാർ ഈ ഷോർട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അവർ നല്ലത് 1/2 ലിറ്ററൊക്കെ അടിക്കത്തുള്ളൂ, 1 ലിറ്റർ വല്ല 100 രൂപയൊക്കെ അടിച്ചു വെക്കും. അപ്പം അത് നമ്മൾ എങ്ങനെ പോകുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും. ഇപ്പം നമുക്ക് ഒരു മിനിമം ഫിസിക്കൽ ലൈഫ് ഉള്ളെങ്കിൽ ഇതുപോലെ 100 രൂപയൊക്കെ 50 രൂപയൊക്കെ പെട്രോൾ അടിക്കുന്ന ആൾക്കാരെ പോലെ. ലോങ് പോകുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവമായിട്ട് സാക്ഷ്യം വഹിച്ചുള്ള സാക്ഷി ജീവിതമില്ലേ, അതിനാണ് ലോങ് പോകണമെന്ന് പറയണത്. അങ്ങനെ ലോങ് പോകണ ഒരു ഫുൾ ടാങ്ക് അടിക്കണം. ഈ ഡൊമിനിക് ഒരു ഫുൾ ടാങ്ക് അടിക്കുന്ന പാർട്ടിയാണ്. കാര്യമായിട്ട് ജീസസ് യൂത്തിൻ്റെ ഫുൾ ടൈമറാണ്. അപ്പോൾ അവർക്കറിയാം കർത്താവിൻ്റെ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും നല്ല ഫുൾ സ്പിരിറ്റഡ് ആയിരിക്കണം. അപ്പോൾ സ്പിരിറ്റാണെങ്കിലുള്ള ഗുണമെന്ന് പറയുന്നത്, സ്പിരിറ്റിൻ്റെ സീസൺ ചേഞ്ച് ചെയ്യുമ്പോൾ സ്പിരിറ്റ് വരാൻ പോകുന്ന കാര്യങ്ങൾ അവൻ ഞങ്ങളോട് പറയുമെന്ന് പറയത്തില്ലേ. അപ്പോൾ അതിനടുത്ത് യോഹന്നാൻ 16:14 ഒരു ഭയങ്കര വചനമാണ്. യോഹന്നാൻ 16:14 വായിച്ചേ. വരാനിരിക്കുന്ന കാര്യങ്ങൾ സീസൺ ചേഞ്ച് ചെയ്യണമെങ്കിൽ വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അവൻ എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കും, നിങ്ങളോട് പറയും. അങ്ങനെ അവൻ എന്നെ മഹത്വപ്പെടുത്തും. ഈശോന്റെ ഉള്ളിലുള്ളത് നമ്മൾ അറിയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ ഈ ഫുൾ ടാങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് നല്ലവണ്ണം സ്പിരിറ്റോടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് വരാൻ പോകുന്ന അത് കർത്താവ് നമ്മൾ അറിയിക്കും. അതാണല്ലേ കൃപാസനത്തിൻ്റെ ഒരു ഏറ്റവും വലിയ സന്ദേശം അതാണല്ലോ. ദുരന്തമുണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കണം. വരാൻ പോകുന്ന കാര്യങ്ങളാണ് അമ്മ പറഞ്ഞത്. അപ്പോൾ അത് അൾത്താരയിൽ ആരാധന നടക്കുന്ന സമയത്താണ് അമ്മ ആഘോഷമായിട്ട് വന്ന് പറഞ്ഞത്. അമ്മയെ ആരും കണ്ടില്ല, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. പക്ഷേ ആ മെസ്സേജ് ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ
ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ എന്നാ സംഭവിക്കുന്നത്, ഏത് ജില്ലകളിൽ ചെന്നാലും ഏത് രാജ്യങ്ങൾ ഭൂഖണ്ഡങ്ങളിൽ ചെന്നാലും ഉടമ്പടി എടുത്ത് ജീവിക്കുന്ന അതൊരു വേ ഓഫ് ലൈഫായിട്ട് ഇപ്പോഴൊക്കെ ആൾക്കാർ സാക്ഷ്യം പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഉടമ്പടി ഒരു ജീവിത രീതി എന്ന രീതിയിലാണ് ആൾക്കാർ എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർ കുറേ ആൾക്കാർ ഇങ്ങനെ പുതുക്കിയിരിക്കും. ഇന്ന് അശ്വതി നായർ എന്ന് പറഞ്ഞൊരു മോള് സാക്ഷ്യം പറഞ്ഞ് ഇന്നലെ അതായത് അവർ പറഞ്ഞത്, എൻ്റെ കാശ് തീർന്നപ്പോൾ ഞാൻ എൻ്റെ വള കൊണ്ടുപോയി പണയം വെച്ചു, ഇനി 35,000 രൂപ കിട്ടുമെന്ന് പറഞ്ഞ്, മാക്സിമം കിട്ടണം 35,000 രൂപയാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ് എനിക്കൊരു 15,000 രൂപ കിട്ടുന്നതെന്ന് പറഞ്ഞു. 15,000 രൂപയ്ക്ക് ഞാൻ പത്രം മേടിച്ച് എല്ലായിടത്തും കൊണ്ടുപോയി മാതാവിൻ്റെ കാര്യം പറഞ്ഞ് കൊടുത്തെന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെയാണ് ആൾക്കാർ വർക്ക് ചെയ്യണത്. അപ്പോൾ അശ്വനായർ പറയേ വള ഇടിപ്പിക്കുന്ന ഒരു ടൈമായി, അപ്പോൾ അവരെന്നെ വിളിച്ചായിരുന്നു എന്ന് പറയും. വള ഇടിപ്പിക്കുന്ന സ്ഥലത്ത് തന്നെ വിളിച്ചായിരുന്നു. അപ്പോൾ ഞാൻ വള എടുക്കണമല്ലേ, അല്ല പിന്നെ പലിശ കൂടിക്കൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉടനെ ചേച്ചി എന്നെ വിളിച്ചു. എൻ്റെ ചേച്ചി എന്നെ വിളിച്ചിട്ട്, എടി നിൻ്റെ അക്കൗണ്ടിലേക്ക് ഞാൻ 20,000 രൂപ അയച്ചെന്ന് പറഞ്ഞു. ഞാൻ ചേച്ചിയോട് ചോദിച്ചില്ല, ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചേച്ചിക്ക് അറിയത്തില്ല. എനിക്കിപ്പോൾ ഒരു വള എടുക്കാമല്ലോ എന്ന് ഞാൻ ചിന്തിച്ചതേ ഉള്ളൂ. അപ്പം തന്നെ ഒരു ബന്ധമില്ല, അല്ല ഒരറിവും ഇല്ലാത്ത ചേച്ചി എനിക്ക് 20,000 രൂപ അയച്ചു തന്നു. അപ്പം അശ്വതി സാക്ഷിയൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, അവർ സാക്ഷ്യം പറയാനായിട്ട് മാത്രമാണ് ഈ കൃപാസനത്തിൽ വരണത്. എന്താ കാര്യം, അവർ ഇതിൻ്റെ കൂടെ അങ്ങ് മാതാവിൻ്റെ കൂടെ ജീവിക്കുകയോ മാതാവ് അവരുടെ കൂടെ ജീവിക്കുകയോ എന്തൊക്കെയാണ്. ഉടമ്പടിയുടെ ഒരു ലെവലെന്ന് പറയണത് നല്ല ശരിക്കും ഉടമ്പടി സത്യസന്ധമായി ചെയ്യുന്ന ആൾക്കാരുടെ കൂടെ ഉടമ്പടിയുടെ ഫുൾ ഓപ്ഷനായിട്ടുള്ള എല്ലാ വാഗ്ദാനങ്ങളും നിറവേറുന്നുണ്ട്. ഞാനിപ്പോൾ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്കിങ്ങനെ ഉടമ്പടി ധ്യാനം പോലെ നീട്ടിപ്പറയാൻ പറ്റിയ സ്ഥലമല്ല. ഞാൻ അടുത്ത ദിവസം തന്നെ വിവരിച്ച് പറഞ്ഞുകൊള്ളാം. അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, ലോങ് പോകുമ്പോൾ ഫുൾ ടാങ്ക് അടിക്കണം എന്ന് വെച്ചാൽ നിങ്ങളെപ്പോഴും അതായത് അന്ന് വേണ്ട അപ്പത്തിന് വേണ്ടിയുള്ള മിനിമം പരിപാടിയായിട്ട് പ്രാർത്ഥന മാറ്റരുത്. മറിച്ച് പ്രാർത്ഥന പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു നിന്ന് പരിശുദ്ധാത്മാവിനോട് നമ്മോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന പരുവത്തിൽ സർവ്വസജ്ജമായി ഇരിക്കാനാണ് ഈ വചനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിന് മേലെ ഇത് ഡെയിലി ബ്രെഡ് എന്ന വചനം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ളത് ഏതാണ്, വരാൻ പോകുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളോട് പറയും എന്നാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.